ഹലോ ഓൾ, വെൽക്കം ടു ആചാര്യ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അഥവാ നമുക്ക് സി ഡി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാലും സെയിം തന്നെയാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം മുൻകാലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് എങ്കിലും നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നാൽ സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. എക്കണോമിക്സിൽ പലതരത്തിലുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, തിയറീസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം മാത്തമാറ്റിക്കലി എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് തരത്തിലുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. അതിൽ എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് സി ഡി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കൊണ്ടുവന്നത് പോൾ എച്ച് ഡഗ്ലസ്, സി ഡബ്ല്യു കോബ് തുടങ്ങിയ രണ്ടാളുകളാണ്, രണ്ട് ഫേമസ് എക്കണോമിസ്റ്റുകളാണ്. അവർ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തത് അമേരിക്കയിലെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെക്കുറിച്ചുള്ള ഒരു എംപിരിക്കൽ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയാണ് ഈ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒറിജിനേറ്റ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഈ പേര് കേൾക്കുകയാണെങ്കിൽ ഇതെന്താണ് എന്ന ഒരു ആശങ്ക നിങ്ങൾക്കുള്ളിലുണ്ടായിരിക്കും. എനിവേ, ഈ രണ്ട് എക്കണോമിസ്റ്റുകളുടെ പേര് കൊണ്ടാണ് ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അറിയപ്പെടുന്നത്. ഇതിൻ്റെ പേരാണ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് ഇത്. കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ടത് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷനാണ്. രണ്ട് രീതിയിലും നിങ്ങൾക്ക് ഇക്വേഷൻ കാണാവുന്നതാണ്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് Q = AL റേസ് ടു ആൽഫ K റേസ് ടു ബീറ്റ, അല്ലെങ്കിൽ Q = AL റേസ് ടു ആൽഫ K റേസ് ടു 1 - ആൽഫ. ഇവിടെ 1 - ആൽഫ എന്ന് പറയുന്നത് ബീറ്റ ഈക്വൽ ടു ബീറ്റ ആണ്. ഓക്കെ, ബീറ്റ തന്നെയാണ് ഈ 1 - ആൽഫ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് ഇക്വേഷൻ കാണുന്നതാണ്. ഓക്കെ, രണ്ട് രീതിയിലെന്ന് ചോദിച്ചാലും സെയിം തന്നെയാണ്. ഇക്വേഷനിൽ യാതൊരു ഇററും ഇല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ. നമുക്ക് നോക്കാം ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇവിടെ Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ആണ്. ഓക്കെ, ഔട്ട്പുട്ട് അതായത് എത്ര ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ നടത്തി അതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ടാണ് Q എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ ലേബറും ക്യാപിറ്റലും മാത്രമാണ് ഉപയോഗിക്കുന്ന എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ L എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ലേബർ ആണ്, എത്ര ലേബർ നമ്മൾ ഉപയോഗിച്ചു. K എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആണ്, അതായത് എത്ര എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ചു. ഇവിടെ A എന്ന് പറയുന്നത് ക്യാപിറ്റൽ A എന്ന് പറയുന്നത് ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി, അതായത് ഓരോ ഫാക്ടറിൻ്റെയും രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഈ രണ്ട് ഫാക്ടേഴ്സിൻ്റെയും ടോട്ടൽ പ്രൊഡക്ടിവിറ്റി എന്താണ് എന്നതാണ് A എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളിത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എഫിഷ്യൻസി പാരാമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിങ്ങളോട് ചോദിക്കുകയാണ് A ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്. A ഇൻഡിക്കേറ്റ് എഫിഷ്യൻസി പാരാമീറ്റർ, അല്ലെങ്കിൽ നേരെ തിരിച്ച് നിങ്ങളോട് ചോദിക്കാം ഈ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എഫിഷ്യൻസി പാരാമീറ്ററിൽ ഏതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ D = A. അപ്പോൾ എഫിഷ്യൻസി പാരാമീറ്റർ ആണ് A എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ആൽഫ ബീറ്റ തുടങ്ങിയ രണ്ട് പാരാമീറ്റേഴ്സിനെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ആണ്. ആൽഫ എന്ന് പറയുന്നത് ലേബറിൻ്റെ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ആണ്. ബീറ്റ എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ആണ്. ബീറ്റയ്ക്ക് പകരം നിങ്ങൾക്ക് ചിലപ്പോൾ 1 - ആൽഫ എന്ന് തന്നാലും ശരിയാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ പ്രധാനമായിട്ടും A, ആൽഫ, ബീറ്റ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഈ A, ആൽഫ, ബീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റുകളാണ്, അതായത് പോസിറ്റീവായിട്ടുള്ള കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 - ആൽഫ എന്ന് പറയുന്നത് ബീറ്റയാണെന്ന്. ഓക്കെ, ശരിക്കും ഈ ആൽഫ രണ്ട് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ഈക്വൽ ടു
1 ആയിരിക്കും. അതായത് 1ന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ആൽഫ എന്താണെന്ന് മനസ്സിലാക്കുക. ലേബറിൻ്റെ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റിയാണ് ആൽഫ. ബീറ്റ എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഇത്രയുമാണ് ഈ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻ തീർച്ചയായിട്ടും നോട്ട് ചെയ്യുക. ഇതിൽ ഓരോന്നും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് ഫസ്റ്റ് തന്നെ പറയുന്നത്. ദാറ്റ് ഈസ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലീനിയർ ഹോമോജിനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ഓക്കെ, ലീനിയർ ഹോമോജിനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. സോ ഇറ്റ് ഈസ് ലീനിയർലി ഹോമോജിനസ് ഓഫ് ഡിഗ്രി 1 എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 1 ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, തീർച്ചയായിട്ടും നോട്ട് ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലാണെങ്കിൽ CD പ്രൊഡക്ഷൻ ഫംഗ്ഷനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ് തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും. ഓക്കെ, സോ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ത് രീതിയിലുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്? ലീനിയർ ഹോമോജിനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ലീനിയർ ഹോമോജിനസിനൊക്കെ പറ്റി നിങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് വരുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം കൂടുതൽ ഇത് ശരിക്കും ഈ ഒരു പ്രോപ്പർട്ടീസിൻ്റെ ഓരോന്നും ഡെറിവേഷനൊക്കെ ഉണ്ട്, അത് പ്രൂഫ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്രയും എക്സ്റ്റെൻസീവായിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് പോയിന്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, പ്രൂഫും കാര്യങ്ങളൊന്നും നിങ്ങളോട് ചോദിക്കില്ല. ഇത്ര മാത്രമേ നിങ്ങളുടെ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അതിൻ്റെ ബേസിക് പോയിന്റ്സ് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലീനിയർ ഹോമോജിനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ഓഫ് ഡിഗ്രി 1. ഓക്കെ, സോ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് MPK, MPL, APK and APL are functions of factor ratio, that is L/K or K/L ratio. ഓക്കെ, അതായത് ഇവിടെ MPK എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റലിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിയാണ് MPK. MPL എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബറിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിയാണ് MPL എന്ന് പറയുന്നത്. APK എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റലിൻ്റെ ആവറേജ് പ്രൊഡക്ടിവിറ്റിയാണ്. APL എന്ന് പറഞ്ഞാൽ ലേബറിൻ്റെ ആവറേജ് പ്രൊഡക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 4 എണ്ണവും എന്തിൻ്റെ ഫംഗ്ഷനാണ്? ഫാക്ടർ റേഷ്യോൻ്റെ ഫംഗ്ഷനാണ്. ഫാക്ടർ റേഷ്യോ എന്ന് പറയുന്നത് L/K അല്ലെങ്കിൽ K/L എന്ന് തന്നാലും ഫാക്ടർ റേഷ്യോ ആണ്. അതായത് ലേബർ ക്യാപിറ്റൽ റേഷ്യോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലേബർ റേഷ്യോൻ്റെ ഫംഗ്ഷനാണ് ഈ MPK, MPL, APK, APL എന്നീ പറഞ്ഞ കാര്യങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് പിന്നെ ഇത് ഓരോന്നിൻ്റെയും ഇക്വേഷൻ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. ഫസ്റ്റത്തെ APL നോക്കാം, അതായത് ലേബറിൻ്റെ ആവറേജ് പ്രൊഡക്ടിവിറ്റി എങ്ങനെ കാണാം? അതായത് Q/L ആണ് APLൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആവറേജ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറിൻ്റെ ഇക്വേഷൻ എന്താണ്? Q/L ആണ്. ഓക്കെ, Q എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഔട്ട്പുട്ട് ബൈ L എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ലേബർ. സോ APL ഈസ് ഈക്വൽ ടു Q/L. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു രീതിയിലും, അതായത് നമുക്ക് ഇക്വേഷനൊക്കെ നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ Q/L എന്ന കാര്യം നമുക്ക് ഡയറക്റ്റ് Q എന്ന് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഇക്വേഷൻ നമ്മൾ പ്രൂഫ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റിലേക്ക് കിട്ടുന്ന ഒരു ഇക്വേഷനാണ് ഈ പറഞ്ഞത്. അതായത് A/K/L⁻1 - എന്ന ഇക്വേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാവുന്നതാണ്. അതായത് നമുക്ക് കാൽക്കുലേഷനൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഇക്വേഷനും കൂടി നിങ്ങൾ APLന് പകരമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ APL എന്ന് പറഞ്ഞാൽ 2 രീതിയിലും ഇക്വേഷൻ ഉണ്ട്. Q/L എന്ന് പറയാം, അതേപോലെ തന്നെ A/K/L⁻1 - എന്ന 2 രീതിയിലും നമുക്ക് APL കാണാം. APK അതേപോലെ എന്താണ്? APK ഈസ് ഈക്വൽ ടു Q/K ആണ്. അതായത് ക്യാപിറ്റലിൻ്റെ ആവറേജ് പ്രൊഡക്ടിവിറ്റി കാണാനുള്ള ഇക്വേഷനാണ് Q/K. അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഇക്വേഷനാണ് അടുത്തത്
Q/K അല്ലെങ്കിൽ A ഇൻറ്റു L/K⁻⁴ എന്ന രീതിയിലും ഇക്വേഷൻ കാണാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ കൂടുതൽ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ APK = Q/K ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്, A ഇൻറ്റു L/K⁴. MPL അതായത് ലേബറിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി കാണാനുള്ള ഇക്വേഷൻ ∂Q/∂L ആണ് MPL എന്ന് പറയുന്നത്. അല്ലെങ്കിൽ A⁴K/L⁻⁴ എന്ന് നമുക്ക് ഇക്വേഷൻ പഠിച്ചു വെക്കാം. അപ്പോൾ രണ്ട് രീതിയിലുണ്ട്. MPL = ∂Q/∂L, അതായത് നമ്മൾ പിന്നെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പഠിക്കാം, രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ടുള്ള A⁴K/L⁻⁴. അതേപോലെ ക്യാപിറ്റലിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ദാറ്റ് ഈസ് MPK = ∂Q/∂K, അല്ലെങ്കിൽ എന്താണ് 1 - ഓക്കെ ഓറാണ് ഞാനിവിടെ വരട്ടത്, ഓർ 1 - A ഇൻറ്റു L/K⁻⁴. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പൊതുവെയൊക്കെ പഠിക്കുന്നത് എക്കണോമിക്സുകാരൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് APL = Q/L, APK = Q/K, MPL = ∂Q/∂L, MPK = ∂Q/∂K എന്നൊക്കെയാണ്. പക്ഷേ കാൽക്കുലേഷൻ വരുന്ന സമയത്ത് ഈ ഇക്വേഷൻ പറഞ്ഞ Q ഒന്നും നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്തേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഇക്വേഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മനസ്സിലായല്ലോ, രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഓരോന്ന് ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് MRTS എന്ന് പറയുന്നത്. MRTS എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് വൺ ഫാക്ടർ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അനദർ വൈൽ മെയിൻറ്റെയിനിങ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ MRTS എന്താണ്? പൊതുവേ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ലേബറും ക്യാപിറ്റലും നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിചാരിക്കാം അതായത് ലേബറിൻ്റെ അളവ് കുറച്ചെങ്ങാണ്ട് ക്യാപിറ്റൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയുള്ള പ്രൊഡക്ഷൻ വേണമെങ്കിൽ നമ്മൾ എന്താക്കാം, ലേബറിൻ്റെ അളവ് കുറച്ചെങ്ങാണ്ട് നമ്മൾ ക്യാപിറ്റലിലേക്ക് അളവ് കൂട്ടും. അങ്ങനെ ക്യാപിറ്റൽ കൂട്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമുക്ക് നമ്മൾ ആ ഒരു ക്യാപിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അവിടെ ഉണ്ടാക്കും. ഓക്കെ, അതേപോലെ നേരെ തിരിച്ചും വരുന്ന ഒരു കേസ് ഉണ്ട്. സപ്പോസ് നമ്മൾ വിചാരിക്കുക ഒരു ഓണ്ടർപ്രണർ വിചാരിക്കുക ക്യാപിറ്റൽ കുറച്ചും കൊണ്ട് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വേണമെങ്കിൽ ക്യാപിറ്റലിൻ്റെ അളവ് കുറച്ചെങ്ങാണ്ട് ആ അളവ് ലേബറിൽ ചേർത്തുങ്ങാണ്ട് ലേബറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ടാക്കാം. അപ്പോൾ എനിവേ ഇങ്ങനെ തമ്മിൽ അതായത് ലേബറും ക്യാപിറ്റലും തമ്മിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ നടക്കുന്നുണ്ട്. അതായത് ഒന്നിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി വേറൊന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ്റെ പിന്നെ ഇതിനെയാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിങ്ങനെ MRTS ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? സെയിം ആണ്. അപ്പോൾ MRTS ആണ്, അതായത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ലേബർ ഫോർ ക്യാപിറ്റൽ. ഓക്കെ, MRTS = MPL/MPK, അതായത് ലേബറിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഡിവൈഡഡ് ബൈ ക്യാപിറ്റലിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി. അതായത് MPL/MPK കാണുകയാണെങ്കിൽ നമുക്ക് MRTS കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഫങ്ഷൻ ഓഫ് L/K. അതായത് MPLും MPKയും എന്തിൻ്റെ ഫങ്ഷനാണ്? ലേബർ ക്യാപിറ്റൽ റേഷ്യോൻ്റെ ഫങ്ഷനാണ്. സോ MRTS കാണാനുള്ള ഇക്വേഷനാണ് MPL/MPK. ഓക്കെ, MPL/MPK ദാറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ലേബർ ക്യാപിറ്റൽ റേഷ്യോ. ഓക്കെ, സോ ദിസ് ഈസ് എ തേർഡ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. MRTS എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് ദ കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ യൂളേഴ്സ് തിയറം. ഓക്കെ, യൂളേഴ്സ് തിയറം അതായത് ഇതൊരു അപ്പോൾ ഇത് എക്കണോമിക്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക്സിലെ നമ്മൾ ഈ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറം ഉണ്ട്, യൂളേഴ്സ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതുമായി ബന്ധപ്പെട്ട ആ ഒരു യൂളേഴ്സ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്
കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യൂളേഴ്സ് തിയറത്തിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് Q ഈസിക്കൽ ടു MPK ഇൻറ്റു K പ്ലസ് MPL ഇൻറ്റു L. അതായത് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് MPK ഇൻറ്റു K പ്ലസ് MPL ഇൻറ്റു L ആണ്. ഓക്കെ, അതായത് നമുക്ക് യൂളേഴ്സ് തിയറത്തിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ, അതായത് മാർജിനൽ പ്രൊഡക്ടിവിറ്റീസ്, അതായത് ഒരു ഫാക്ടേഴ്സ്, നമ്മളീ പറഞ്ഞ ലേബർ, ക്യാപിറ്റൽ തുടങ്ങിയ ഫാക്ടേഴ്സ് ഇല്ലേ, ഈ ഫാക്ടേഴ്സിന് മാർജിനൽ പ്രൊഡക്ടിവിറ്റി, അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് അനുസൃതമായിട്ട് നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടോട്ടൽ പ്രൊഡക്റ്റ് എക്സോസ്റ്റ് ചെയ്യും എന്ന് തെളിയിക്കുന്ന ഒരു തിയറമാണ് യൂളേഴ്സ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ലേബറിനാണെങ്കിലും ക്യാപിറ്റലിനാണെങ്കിലും അവരുടെ ഒരു റെമ്യൂണറേഷൻ അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിയുടെ ബേസിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് എക്സോസ്റ്റ് ചെയ്യുമെന്ന് പറയുന്ന ഒരു തിയറമാണ് യൂളേഴ്സ് തിയറം. ഓക്കെ, ഈ യൂളേഴ്സ് തിയറം എന്ന കാര്യം സാറ്റിസ്ഫൈ ചെയ്തുള്ള ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളോട് ചോദിക്കും, ഇതും ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ പറ്റി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ യൂളേഴ്സ് തിയറം. യൂളേഴ്സ് തിയറത്തിൻ്റെ ഒരു ഇക്വേഷൻ ആണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. Q ഈസിക്കൽ ടു MPK ഇൻറ്റു K പ്ലസ് MPL ഇൻറ്റു L. ഓക്കെ, അപ്പോൾ ഇതാണ് നാലാമത്തെ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടിയാണ് CD പ്രൊഡക്ഷൻ ഫംഗ്ഷനെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, നിങ്ങൾ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഈ CD പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഐസോകോണ്ടിൻ്റെ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവാണ്, അല്ലെങ്കിൽ കോൺവെക്സ് കർവാണ് എന്ന് പറയാം. ഓക്കെ, CD പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഐസോകോണ്ടിൻ്റെ ഷേപ്പും എന്താണ്? നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവാണ്, അഥവാ കോൺവെക്സ് ഷേപ്പ് ആണെന്നാണ് പറയാം. അപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഐസോകോണ്ട് കോൺവെക്സ് ഷേപ്പ് ആവാനുള്ള കാരണം. MRTS ഡിക്രീസിങ് ആയതുകൊണ്ടാണ്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ. അപ്പോൾ എനിവേ നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള കർവാണ് ഈ CD പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഐസോകോണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് ഡിഗ്രീസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ നേരത്തെ ഞാനത് പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്കറിയാം ഇവിടെ രണ്ട് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ആണുള്ളത്. ഒന്ന് ആൽഫ എന്ന് പറയുന്നത് ലേബറിൻ്റെ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റിയാണ്. ബീറ്റ എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റിയാണ്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പൊതുവേ ആൽഫ പ്ലസ് ബീറ്റ ഈസിക്വൽ ടു 1 ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ഓക്കെ, ഇനി അഥവാ നമ്മൾ വിചാരിക്കുക ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, 1നേക്കാളും കൂടുകയാണെങ്കിൽ ഇത് കാണിക്കുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ഓക്കെ, ഇനി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ, 1നേക്കാളും കുറഞ്ഞ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ അഥവാ ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ഓക്കെ, ഈ റിട്ടേൺസ് ടു സ്കെയിൽ എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിനെയും അത് ബാധിക്കും. അതുകൊണ്ട് ഓരോ കോൺസെപ്റ്റും ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, ഞാൻ അതെന്താണെന്ന് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എനിവേ റിട്ടേൺസ് ടു സ്കെയിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ഗ്രേറ്റർ ദാൻ 1 ആണ്, 1നേക്കാളും കൂടുതൽ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ് അവിടെ ഉള്ളതെന്ന്. ലെസ് ദാൻ 1 ആണെങ്കിലോ ഡിമിനിഷിങ് അഥവാ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ് അവിടെയുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോപ്പർട്ടീസ് എന്താണ്, ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് സ്ട്രെസ് ചെയ്ത് തീർച്ചയായിട്ടും പഠിക്കുക. ഇതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതൊന്നും നിങ്ങൾ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്ത് നമ്മുടെ എക്സാം
എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ട കാര്യം എന്താണ്? പ്രോപ്പർട്ടീസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പോയിന്റ്സ് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാം. ഓക്കെ, കൂടുതലായിട്ട് വലിയ രീതിയിലൊന്നും നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്തരം പോയിന്റ്സുകളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങളത് നോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 2022 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നോക്കാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇൻ കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഈക്വൽ ടു, ഞാനത് ഓൾറെഡി പ്രോപ്പർട്ടിയിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തിന് ഈക്വൽ ആണ്? നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി ഇൻഫിനിറ്റി, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി ഇൻ ബിറ്റ്വീൻ 0 and 1. ആൻസർ കറക്റ്റ് ആണോ നോക്കാം. എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ സി ഡി പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ എത്രയാൾക്ക് കറക്റ്റ് ആൻസർ കിട്ടി? പ്രോപ്പർട്ടീസ് മനസ്സിലായ തീർച്ചയായിട്ടും എളുപ്പമായിട്ടല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർട്ടിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത് അല്ലേ? ഓക്കെ, അപ്പം ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, ഈക്വൽ ടു 1 ആണ്. ഇനി നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻ നോക്കാം. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ഗിവൺ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ Q ഈസ് ഈക്വൽ ടു 10L raised to 0.8 K raised to 0.2. The marginal product of labor MPL and capital, that is MPK, respectively are given by. അതായത് ഇവിടെ സി ഡി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് നമുക്ക് ഈ ഒരു ഗിവൺ സി ഡി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒന്നും പറയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഗിവൺ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് മാത്രമേ തരുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഫോം നോക്കിയിട്ട് അത് ഏത് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ സി ഡി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? Q ഈസ് ഈക്വൽ ടു AL റേസ് ടു ആൽഫ K റേസ് ടു 1 - ആൽഫ അല്ലെങ്കിൽ ബീറ്റ, ഏത് രീതിയിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഈ ഫോമിലല്ലേ ഇക്വേഷൻ കിടക്കുന്നത് അല്ലേ? Q ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്നത് ഈക്വൽ ടു 10 എന്ന് പറയുന്നത് ഈക്വൽ ടു 10 ആണ്. എല്ലിൻ്റെയും കെൻ്റെയും വാല്യൂ തന്നിട്ടില്ല. ആൽഫ എന്ന് പറയുന്നത് 0.8 ആണ്. ബീറ്റ എന്ന് പറയുന്നത് 0.2 ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് സി ഡി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെന്ന്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? MPLൻ്റെയും MPKൻ്റെയും വാല്യൂ എത്ര എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ഈ പ്രോപ്പർട്ടീസ് പഠിക്കുന്ന സമയത്ത് ഞാൻ അതിൽ APLൻ്റെ ഇക്വേഷൻ MPLൻ്റെ ഇക്വേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. APK MPKൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാൽക്കുലേഷൻ്റെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണെന്ന്. നമുക്കിവിടെ വേണ്ടത് MPLും MPKയും കാണാനുള്ള ഇക്വേഷനാണ് വേണ്ടത്. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് തന്നിരിക്കുന്നത് A എന്ന് പറയുന്നത് ഈക്വൽ ടു 10 ആണ്. ആൽഫ ഈസ് ഈക്വൽ ടു 0.8 ആണ്. ബീറ്റ എന്ന് പറയുന്നത് 0.2 ആണ്. ബീറ്റ അഥവാ 1 - ആൽഫ എന്ന് പറയുന്നത് 0.2 ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ എന്ന് പറയുന്നത് Q ഈസ് ഈക്വൽ ടു AL റേസ് ടു ആൽഫ K റേസ് ടു ബീറ്റ എന്നതാണല്ലോ സി ഡി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ. നമ്മോട് പറഞ്ഞത് MPLും MPKയും കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ MPL എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്ക് കാണാനുള്ള ഇക്വേഷനാണ് A ആൽഫ K/L റേസ് ടു 1 - ആൽഫ എന്നാണ്. MPK കാണാനുള്ള ഇക്വേഷൻ 1 - ആൽഫ A ഇൻറ്റു L/K ഓൾ റേസ് ടു ആൽഫ എന്നാണ്. ഇക്വേഷനിലേക്ക് നമുക്ക് കൊടുത്തു നോക്കാം. നമുക്ക് ഇവിടെ A തന്നിട്ടുണ്ട്, Kയും Lഉം തന്നില്ല എന്നേ ഉള്ളൂ. A തന്നിട്ടുണ്ട്, ആൽഫ തന്നിട്ടുണ്ട്, ബീറ്റ തന്നിട്ടുണ്ട്. ബീറ്റ എന്ന് പറയുന്നത് 1 - ആൽഫയാണല്ലോ. അപ്പോൾ ഒന്നാമത്തെ ഇത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് MPL കണ്ടു നോക്കാം. MPL ഈക്വൽ ടു എക്ക് പകരമായിട്ട് 10 കൊടുക്കാം. 10 ഇൻറ്റു ആൽഫ എന്ന് പറയുന്നത് 0.8 ആണ്. അപ്പോൾ 10 ഇൻറ്റു 0.8. K/L നമുക്ക് തന്നിട്ടില്ല, അതേപടി തന്നെ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതാം. K/L റേസ് ടു 1 - ആൽഫ എന്ന് പറയുന്നത് എത്രയാണ്? ബീറ്റ തന്നെയാണ്. നമുക്ക് അത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് 1 -
0.8 എന്ന് കാണാം. അല്ലെങ്കിൽ നമുക്കിവിടെ 1 - ആൽഫ എന്ന് പറയുന്നത് ബീറ്റ തന്നിട്ടുണ്ട്, 0.2 എന്ന് നേരിട്ട് കൊടുക്കാം. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 10, അപ്പോൾ നമുക്ക് എന്താ തന്നത്, 10 × 0.8 × k/l റേസ് ടു 1 - 0.8 അഥവാ 0.2. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്താൽ നമുക്ക് 10 × 0.8 എന്ന് പറയുന്നത് = 8 ആണ്. 8 k/l റേസ് ടു 0.2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് MPL എന്ന് പറയുന്നത് എത്രയാണ്, 8 × k/l റേസ് ടു 0.2 ആണ്. അതേപോലെ തന്നെ MPKയുടെ ഇക്വേഷനിലേക്ക് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. MPK = 1 - ആൽഫ എന്ന് പറയുന്നത് എത്രയാണ്, 0.2 ആണ് അല്ലേ. 1 - ആൽഫ ആണ് എന്ത്, ബീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ തന്നിട്ടുണ്ട് 0.2. അഥവാ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് 1 - ആൽഫ ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതാണ്. സോ 1 - 0.8 എന്ന് പറയുന്നത് 0.2 ആണ്. ഓക്കെ, സോ 1 - 0.8 × 10, അതായത് 1 - ആൽഫ × a ആണ് ഇക്വേഷൻ ഉള്ളത്. അപ്പോൾ 1 - 0.8 × 10 l/k റേസ് ടു ആൽഫയാണ്. ആൽഫേൻ്റെ വാല്യൂ 0.8 ആണ്. സോ 0.8. അപ്പോൾ ഇക്വേഷനിലേക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് 1 - 0.8 എന്ന് പറയുന്നത് 0.2 ആണ്. ഓക്കെ, 0.2 ആണ് ഇവിടെ തന്നിരിക്കുന്നത്, 2 അല്ല 0.2. ഓക്കെ, 0.2 × 10 എന്ന് പറയുന്നത് = എന്താണ്, 1 ആണ്. ഈക്വൽ ടു 2 ആണ്. അപ്പോൾ 0.2 × 10 എന്ന് പറയുന്നത് = 2. l/k റേസ് ടു 0.8 ആണ് നമുക്ക് MPK കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും, Q എന്ന രീതിയിലൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ∂Q/∂L എന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വളരെയേറെ ടൈം എടുക്കും. അതുകൊണ്ട് ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ MPL നമുക്ക് ഈ ഇക്വേഷനിലേക്ക് കൊടുത്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 8 × k/l റേസ് ടു 0.2 ആണ് MPL എന്ന് പറയുന്നത്. MPK കിട്ടിയത് എത്രയാണ്, 2 × l/k റേസ് ടു 0.8 ആണ് MPK കിട്ടിയത്. എന്നിട്ട് നമുക്ക് ഇക്വേഷനിലേക്ക് നമുക്കതിൻ്റെ തന്നിരിക്കുന്ന പിന്നെ ഓപ്ഷനിലേക്ക് നോക്കാം. ഓക്കെ, ഓപ്ഷനിലേക്ക് നോക്കാം. അപ്പോൾ ഓപ്ഷൻ നമുക്ക് ഏതാണ്, ഓപ്ഷൻ എയും MPL എന്ന് പറയുന്നത് 8 × k/l റേസ് ടു 0.2 ആണ് MPL തന്നിരിക്കുന്നത്. അപ്പം നമുക്കത് ഓപ്ഷൻ എയിൽ MPL ഈക്വൽ ആണ്. ഓക്കെ, അതേപോലെ MPK എത്രയാണ്, MPK 2 × l/k റേസ് ടു 0.8 ആണ്. അപ്പോൾ ഓപ്ഷൻ സിയും തന്നിരിക്കുന്നുണ്ട്. അപ്പം ബോത്ത് A and C ആണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കുക എളുപ്പമാണ്. ആ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ബോത്ത് A and C എന്നുള്ള ഈ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചോദിക്കും A only, B only, ഓൾ ആർ കറക്റ്റ്, A and C, അങ്ങനെ പല രീതിയിലും നമുക്ക് അതിൻ്റെ ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ ആൻസർ എത്രയാണ്, ഓപ്ഷൻ A and C. ഓക്കെ, സോ ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ചും കൂടി എക്സ്റ്റെൻസീവായിട്ട് ചോദിക്കുകയാണെങ്കിൽ, മാത്തമാറ്റിക്കലി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് പിന്നെ ഒരു എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഈ രീതിയിൽ ക്വസ്റ്റ്യൻ നമുക്ക് പല നെറ്റിൻ്റെയും സെറ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്, എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ശ്രദ്ധിക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് എൻ എസ്റ്റിമേറ്റഡ് കോപ്ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് Q = 10 k റേസ് ടു 0.6 l റേസ് ടു 0.8. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് റിട്ടേൺസ് സ്കെയിൽ ഡസ് ദിസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റ്? അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആ ഒരു ഇക്വേഷൻ്റെ ഫോം തരും, ആ ഒരു ഇക്വേഷൻ്റെ ഫോം തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഇത് ഏത് റിട്ടേൺസിലാണ് വരുന്നത്, ഇൻക്രീസിങ് റിട്ടേൺസ് ആണോ, ഡിക്രീസിങ് റിട്ടേൺസ് ആണോ, കോൺസ്റ്റൻ്റ് ആണോ, നെഗറ്റീവ് റിട്ടേൺസ് ആണോ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം നമുക്കറിയാം, രണ്ട് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ആയിട്ടുള്ള ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് =1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ആണെന്ന്. ഗ്രേറ്റർ ദൻ 1 ആണ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം, ഇൻക്രീസിങ് റിട്ടേൺസ് ആണെന്ന്. ലെസ് ദൻ 1 ആണെങ്കിൽ ഡിക്രീസിങ് അഥവാ ഡിമിനിഷിങ് റിട്ടേൺസ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ആൽഫ എത്രയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആൽഫ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ
0.6 ആണ് അല്ലേ? 0.6 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 0.6 പ്ലസ് ബീറ്റ തന്നിരിക്കുന്നത് എത്രയാണ്? 0.8 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ റിട്ടേൺസിനെ പറ്റി പറയുകയാണെങ്കിൽ ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും മുകളിൽ ഏത് സംഖ്യയാണ് ഉള്ളതെന്ന് നോക്കാം. എന്നിട്ട് രണ്ടും പരസ്പരം ആഡ് ചെയ്യാം. അപ്പം 0.6 പ്ലസ് 0.8 ആണ് വരുന്നത്. 0.6 പ്ലസ് 0.8 എന്ന് പറയുന്നത് ഈക്വൽ ടു 1.4 ആണ് ആൻസർ കിട്ടുക അല്ലേ? ഇവിടെ തന്നിരിക്കുന്നത് 1.4 ആണ് ആൻസർ. അപ്പോൾ നമുക്കറിയാം ഇവിടെ 1, നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? ഗ്രേറ്റർ ദെൻ 1. അതായത് 1.4 എന്ന് പറയുന്നത് 1-നേക്കാളും കൂടുതലാണല്ലോ. അപ്പോൾ ഇത് ഏത് റിട്ടേൺസിലാണ് വരുന്നത്? ഇൻക്രീസിങ് റിട്ടേൺസ്. കാരണം 1-നേക്കാളും കൂടുതലാണ്. നമ്മുടെ ആൻസർ എത്ര കിട്ടിയത്? 1-നേക്കാളും കൂടുതലാണ്, 1.4 ആണ്. 1 കിട്ടുകയാണെങ്കിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ആണെന്ന് പറയായിരുന്നു. ഇത് 1-നേക്കാളും കൂടുതലായതുകൊണ്ട് ഇത് ഏത് റിട്ടേൺസ് ആണ്? ഇൻക്രീസിങ് റിട്ടേൺസ് ആണ്. ഓക്കെ, ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഇനി 1-നേക്കാളും കുറവായിട്ടുള്ള ഒരു ആൻസർ കിട്ടുകയാണെങ്കിലോ, അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് അതായത് ആൽഫ എന്ന് പറയുന്നത് 0.1 ആണ്, ബീറ്റ എന്ന് പറയുന്നത് 0.6 ആണെന്ന് വിചാരിക്കുക. അപ്പം ആൻസർ എത്ര കിട്ടുക? 0.7. അപ്പം ഏത് റിട്ടേൺസ് ആണിത് വരുന്നത്? ഡിമിനിഷിങ് അഥവാ ഡിക്രീസിങ് റിട്ടേൺസ് അല്ലേ? അതായത് ഈ പല രീതിയിലും ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഈ റിട്ടേൺസിനെ പറ്റിയൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് കെ അതുപോലെ ലേബറിൻ്റെയും മുകളിലുള്ള, അതായത് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി എത്രയൊക്കെയാണ് ആദ്യം നോട്ട് ചെയ്യാം. എന്നിട്ട് അത് പരസ്പരം ആഡ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ ബേസിൽ നമുക്ക് റിട്ടേൺസ് സ്കെയിൽ തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? ഇൻക്രീസിങ് റിട്ടേൺസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ? ഇത്രയുമാണ് നമുക്ക് CD പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? എന്താണ് CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ആരൊക്കെയാണ് ഇത് കൊണ്ടുവന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അല്ലേ? അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ചെറിയ രീതിയിലുള്ള കാൽക്കുലേഷനും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത് പഠിക്കുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിങ്ങാണ്ട് പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, ഇതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതൊന്നും അത്രയൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പോയിൻറ്റ്സ് മാത്രം സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു ഓൾ.